ഹായ് വ്ളോഗേഴ്സ്, എസ്പെഷ്യലി ഫാമിലി വ്ളോഗേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. ഒരു ഹ്യൂജ് സപ്പോർട്ട് തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സിനുണ്ട്. എസ്പെഷ്യലി അവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹ പ്രകടനങ്ങൾ, അങ്ങോട്ട് വാരി കൊടുക്കുക, ഇങ്ങോട്ട് വാരി കൊടുക്കുക, ഹസ്ബൻഡിൻ്റെ കാല് പിടിക്കുക, അങ്ങനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്നും മാതൃകയൊക്കെ ഇല്ലെങ്കിലും ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുടെ ലൈഫിൽ നിന്നും മാതൃകയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമ്മളാണ് ഒരു കഴിവില്ലാത്തവർ. നമ്മൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഞാനൊരു ഫാമിലി വ്ളോഗറാണ്, ബൈ അതല്ല ഇവിടുത്തെ വിഷയം. അപ്പം നമ്മുടെ ഈ ഫാമിലി വ്ളോഗിൽ കൂടുതലും ഇവരുടെ സ്നേഹപ്രകടനങ്ങളെക്കാളും ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരസലുണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. നമുക്കറിയാം പ്രവീൺ പ്രണവ് ഫാമിലി, മറ്റേ മല്ലു ഫാമിലി, ഇവരുടെയൊക്കെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും കുത്തിയിരുന്ന് കണ്ടതാണ്. അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഹാപ്പി ആയിട്ട് പോയ ഒരു കുടുംബമാണ് പ്രവീൺ പ്രണവ് ഫാമിലി. അതിലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ കുത്തിയിരുന്നിട്ട് ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ അവർ സ്നേഹിക്കുന്ന നിമിഷങ്ങളെക്കാളും കൂടുതൽ ഈ വഴക്ക് കുത്തിയിരുന്ന് കണ്ട ആൾക്കാർ. അപ്പം നമ്മുടെ സൊസൈറ്റിക്ക് നെഗറ്റീവ് സൈഡാണ് പോസിറ്റീവ് സൈഡിനെക്കാളും കൂടുതൽ ഇഷ്ടം. ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ ഭയങ്കര ക്ലിക്കായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലതുപോലെ ജീവിച്ചിരുന്നിട്ട് അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹ്യൂജ് ഫാൻസൊക്കെ ഉള്ള ഒരു വ്ളോഗർ ആണെങ്കിൽ ആൾക്കാർ കുത്തിയിരുന്ന് നോക്കും. പിന്നെ ആളുകളുടെ മനസ്സിൽ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ജാട, പൊങ്ങച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു കപ്പിൾസ് ആയിരുന്നാലും ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ആളുകൾ പെട്ടെന്ന് അത് നോക്കും. ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവ് കാണാൻ നമുക്ക് ഭൂരിഭാഗം നമ്മുടെ മല്ലൂസിനെ കുറ്റം പറയുന്നതല്ല, നമുക്ക് ഇഷ്ടം തന്നെയാണ് നെഗറ്റീവ് കാണാൻ, അല്ലേ. നമ്മളൊരു സന്തോഷകരമായ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു അടികൂടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഓഫ് കോഴ്സ് ഈ സന്തോഷകരമായ വീഡിയോയെക്കാളും നമുക്ക് ഈ വ്യൂസ് കിട്ടുന്നതും ലൈക്ക് കിട്ടുന്നതും കമൻറ്റ് വരുന്നതും ഒക്കെ ഈ വഴക്കിടുന്ന വീഡിയോയ്ക്ക് ആയിരിക്കും. എന്തോ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അതൊന്നും നമുക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായെന്നറിയുമ്പോൾ നമ്മൾ അയ്യോ ഇവരിങ്ങനെ ആയിരുന്നോ എന്ന് നമ്മളിൽ പലരും ചിന്തിക്കും. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, റീലും റിയലും രണ്ടാണ്. റീലിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. ഇപ്പോൾ പലരുടെയും വ്ളോഗൊക്കെ കണ്ട് ആൾക്കാർക്ക് റിയാലിറ്റി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭർത്താവുമായിട്ട് പ്രശ്നമായിരുന്നു, എല്ലാം അഭിനയമായിരുന്നു. ആദ്യമായിട്ട് നമ്മളോട് വന്ന് പറയുന്നത് ദീപ്തി സീതത്തോട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചാനലിലെ സീതത്തോട് ദീപ്തി ടീച്ചറായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഞെട്ടലോട് കൂടിയാണ് കണ്ടത്. പക്ഷെ അവരുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവരുടെ മാന്യത കൊണ്ട് അവരങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം അവർ നല്ല രീതിക്ക് കല്യാണം കഴിഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കണ്ടത് സിലു ടോക്സ് സൽഹ എന്ന് പറയുന്ന ചാനലിലെ, എനിക്ക് തോന്നുന്നു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. അപ്പോൾ അതിലെ ആ സിലുവിൻ്റെ ലൈഫാണ് ഇപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് അവരുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ, കുറേ നാളായിട്ട് വീഡിയോസിൽ മക്കളെ ഇവരെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ കമൻ്റ് ഇട്ട് ഒരു ദിവസം സിലു ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് വരികയാണ്. ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് 2 വീട്ടിലാണ്, അവർ പ്രത്യേകം വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് വീഡിയോ ആയിട്ട് അങ്ങ് വരികയാണ്. ഇങ്ങനെ വന്ന് ഇവർ വീഡിയോ ചെയ്ത സമയത്ത് സ്ത്രീ സംരക്ഷക എന്ന് പറഞ്ഞ് സ്വയം അവകാശപ്പെടുന്ന ഒരു കള്ളി എന്ന് എടുത്ത് തന്നെ പറയണം. ഈ കള്ളി വന്നിരുന്ന് വായിതൊന്ന് കോതയ്ക്ക് പാട്ടെന്ന് പറയും പോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുറേയൊക്കെ ഗണിച്ചങ്ങ് വീഡിയോ ചെയ്യും. അപ്പോൾ ഈ കള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ഈ സിലു എന്ന് പറയുന്ന കുട്ടി, ഇവരുടെ കോണ്ടാക്ട് നമ്പർ അവരുടെ ചാനലിലുണ്ട്, ഷെഫീന ബീവി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇവരുടെ ചാനലിൽ പേരുണ്ട്, കോണ്ടാക്ട് നമ്പർ ഉള്ളത് കൊണ്ട് ഇവർ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയാണ് ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായി. സിലുവിൻ്റെ ഭർത്താവുമായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. ഈ സിലുവിന് കണ്ടകശനി കയറിയിരുന്ന സമയത്താണോ എന്തോ ഭർത്താവ് വീട്ടിൽ വന്ന് ബഹളം വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ വൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പിൽ വൺ ടൈം വാച്ച് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതെടുത്ത് നേരെ ആർക്ക് അയച്ചു കൊടുക്കുന്നു? ഷഫീനയ്ക്ക്. ആർക്ക്? എൻ്റെ പൊന്ന് സിലു, നിങ്ങൾക്ക് തലയ്ക്കകത്ത് ബ്രെയിൻ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ഈ
കുറിച്ച്, ആ ഒലീവിയ വിഷയത്തിലും മറ്റേ ഓർഫനേജിന്റെ വിഷയത്തിലും വന്ന ആ ഒരു കാര്യം എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 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 റിയാക്ഷൻ വ്ലോഗ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിവരമുള്ള ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് തിരക്കിയിട്ട് ഷെയർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ വൺസ് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അവരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലേ. വൺസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അത് വൺസ് ആയിരുന്നാലും അപ്പുറത്തിരിക്കുന്ന സാധനത്തിന് ഇത് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും? അലേർട്ടായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ വീഡിയോ ഓണായിരിക്കും. വല്ല കാര്യം ഉണ്ടായിരുന്ന വീട്ടിൽ നടന്ന ഒരു കാര്യം ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് വൺസ് ആയിട്ട് പോലും ഷെയർ ചെയ്യരുത്. എന്തിനായിരുന്നു? ആരെ ബോധിപ്പിക്കാനായിരുന്നു? ഈ സ്ത്രീയോ? കൂടെ നിൽക്കുന്നവരെ മൊത്തം ഒറ്റി കൊടുക്കുന്ന, കൂടെ നിൽക്കുന്നവരെ മൊത്തം ചതിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് വാട്സാപ്പ് വഴി തെണ്ടി വാങ്ങിയിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ പച്ചത്തെറി വിളിക്കുന്ന, തുണി പൊക്കി കാണിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീയോട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ വീഡിയോ അയച്ചു കൊടുക്കാൻ? ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത്. ഇവരുടെ ജോലിയെ ഇതാണ്. ഈ ഫാമിലി ഇഷ്യൂസിൽ കയറി ഇടപെടുക, ഈ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ചെന്നായെ പോലെ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും ഞം 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 വെക്കാൻ കൈയിട്ട് വാരി തിന്നാനുണ്ടോ നോക്കുക. ഇവരുടെ തൊഴിലേ ഇതാണ്. എത്രയോ സ്ഥലത്ത് വലിഞ്ഞു കയറി ചെന്നിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടിരുന്ന് സംസാരിച്ച് ഇവരെന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ അനുവാദമില്ലാതെ, നമുക്കറിയാം രേണു സുധിയുടെ കാര്യത്തിൽ ഹനാൻ കോള് വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞിരുന്നു ഇത് വേറെ ആരോടും പറയരുത്. അവരുടെ അടുത്ത് പറഞ്ഞാൽ പിന്നെ വേറെ അടുത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം ഇതിനേക്കാളും നല്ലതാ 24 ന്യൂസിൽ കൊടുക്കുന്നതാണ്. ഷെഫീനയ്ക്ക് അയച്ചു കൊടുക്കുന്നതിൽ ഭേദം 24 ന്യൂസിന് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും. അപ്പോ ഈ ഹനാൻ രേണു വിഷയത്തിൽ ഹനാൻ പറഞ്ഞിട്ടുണ്ട് അനിത ഇതാരടുത്തും പറയരുത് എന്ന് പറഞ്ഞിട്ടും ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ആ ഓഡിയോ പുറത്തു വിട്ട തെണ്ടിയാണ് അവൻ. വല്ല കാര്യം ഉണ്ടാണ്. അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു 2 വീഡിയോ കാണുന്നതിന്റെ ബേസിൽ സംസാരിക്കുമ്പം മറ്റേ എന്താ പറയുക, ജഗദീഷ് ശ്രീകുമാർ ഏതിലോ പറയും പോലെ നമ്മുടെ നന്ദന സിനിമയ്ക്കകത്ത് കുമ്പിടിയായിട്ട് വന്നിട്ടൊരു ഡയലോഗ് പറയുമല്ലോ, അസ്തസ്ഥാന ബൃഹസ്ത്രതി പ്രകൃതി എന്തോ നുണയന്തി, അങ്ങനെ എന്തോ ഒരു പറയുമല്ലേ, പ്രവർത്തിന്മിഹരെ നുണയന്തി എന്നൊക്കെ പറയും പോലെ നമ്മൾ നോക്കുമ്പം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ തള്ളച്ചി അവിടെ ഇരുന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ സംഭവമാണെന്ന്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കും, പണിയും കിട്ടും. എത്ര ഉദാഹരണങ്ങൾ ദേ നിൽക്കുന്നു. നീ എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തുണ്ടായിരിക്കും ചിലപ്പോൾ. എത്ര പേരാണ് ഇവരുടെ കൂടെ പോയിട്ട് അവസാനം ഇവരുടെ വായിൽ നിന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വിളി കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങി എത്ര പേരുണ്ടെന്ന്. സാധാരണക്കാരായ ഈ സെലിബ്രിറ്റീസ് മീൻസ് ഈ സോഷ്യൽ മീഡിയ ഫെയിം അല്ലാത്ത ഇപ്പൊ 2 വീഡിയോ ചെയ്താലും നമുക്ക് കിട്ടുന്നത് യൂട്യൂബർ എന്നുള്ള പേരാണ്. 10 വീഡിയോ ചെയ്താലും നമുക്ക് കിട്ടുന്ന പേര് അത് തന്നെയാണ്. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത ആളുകൾ പോലും എന്തിനേറെ പറയുന്നു, നമ്മുടെ ജാസ്മിന് കിട്ടിയ പണി അത് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ പൊന്ന് സിലു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഈ സ്ത്രീക്ക് കൊടുക്കുന്നതിലും ഭേദം ഒരു ന്യൂസ് ചാനലിൽ കൊടുക്കുന്നതാണ്. 24-നും ന്യൂസ് 18-നും ഏഷ്യാനെറ്റിനും മനോരമ ന്യൂസിനും ഏതിനെങ്കിലും കൊടുത്താൽ പോരായിരുന്നു. അപ്പൊ ഈ വൃത്തികെട്ട സ്ത്രീ ഒരാളെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ സ്പ്രെഡാക്കിയത്. ഈ പൈസ 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 എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം അവരെ ബാധിക്കുന്ന, അവരതിന് ബോധമല്ല, അവരെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ അത് മറ്റുള്ളവർക്ക് പറയാതിരിക്കുക. നമ്മൾ പോയിട്ട് ഇപ്പൊ എൻ്റെ കാര്യമായിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു കൊടുത്തുള്ള അറിവേ ഈ സ്ത്രീക്കുള്ളൂ. പറഞ്ഞു കൊടുത്തിട്ടാണ് എപ്പിസോഡ് ബൈ എപ്പിസോഡ് എന്നെ ഇട്ട് വധിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഈ സ്ത്രീയോട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോയത്. എൻ്റെ കണ്ണുനീര് ഞാൻ കരഞ്ഞുകൊണ്ട് അയച്ച ഓഡിയോ പോലും പബ്ലിഷ് ചെയ്ത നാറിത്തള്ളയാണ് ഈ തള്ളച്ച്. അപ്പോൾ ഒരാള് സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരു ഫാമിലി വ്ളോഗർ, അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിനെ അവരിങ്ങനെ
പൊത്തിപ്പിടിച്ച് അവരെ ഭർത്താവിനെ അവർ ഇട്ട് കൊടുക്കാതെ, അവരെ ഭർത്താവിനെ കുറ്റം പറയാതെ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഞാനും എൻ്റെ മക്കളും പ്രത്യേകമാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒതുങ്ങി പോയിട്ട് ഈ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരോടും പറയരുതായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ത്രീ എന്താണ്, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. നല്ലൊരു വ്യക്തിത്വമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതോടുകൂടി ഉള്ള നിലയും വിലയും കൂടെ പോയില്ലേ. നിങ്ങൾ പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലൂടെ ഭർത്താവ് വീട്ടിൽ വന്ന് ബഹളം വെക്കുന്നത് നിങ്ങൾക്ക് വിടായിരുന്നു. ഈ സ്ത്രീക്ക് അയച്ചു കൊടുത്തിട്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും സൊസൈറ്റിയിൽ കാര്യമുണ്ടോ? പബ്ലിക്ലി എല്ലാവരും കണ്ടില്ലേ അത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാമായിരുന്ന ഒരു ചെറിയ പ്രശ്നം, അത് കുറേ നാൾ സെപ്പറേറ്റഡ് ആയി താമസിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പിന്നീട് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് തെറ്റ് ആണെന്ന് പുള്ളിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഒരുപക്ഷെ നിങ്ങൾക്കൊരു റീയൂണിയൻ്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. കുറേ നാള് സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചിട്ട് ഒന്നിച്ച് ജീവിച്ചു പോകുന്ന എത്രയോ ദമ്പതികളുണ്ട് അല്ലേ. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലെന്നുണ്ട്. പിന്നെ ഫാമിലി ഇഷ്യൂസ് എന്തുകൊണ്ടാണ് ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ തന്നെയാണ്. നമ്മൾ പറയും ഈ ലവ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് രണ്ടാണ്. അതായത് ലവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണൂ, അവർ കാണിക്കൂ. ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ കാണുന്നത്. അതുപോലെയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. റിയൽ ലൈഫിൽ എല്ലാവരും അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരിക്കലും റിയലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്, ദയവ് ചെയ്ത്. ഇനിയെങ്കിലും സന്തോഷത്തോടെ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നതാണോ? കൊള്ളാം, ഓക്കെ, ഹാപ്പി ആയിരിക്കട്ടെ, അൽഹംദുലില്ലാ, ഹൈർ, അങ്ങനെ പോണം. കൂടുതൽ അവരെ പോയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റത് മറിച്ചെന്ന് പറഞ്ഞ അങ്ങനത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തിനാണ് നിങ്ങൾ ഈ അവരുടെ തലയിൽ കെട്ടിയിരിക്കുന്നത്? ഫാമിലി വ്ളോഗേഴ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്. മല്ലു ഫാമിലി കോണ്ടന്റിന് വേണ്ടി ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടായെന്ന് വരെ തമ്മനയിൽ വെച്ച ഒരാളാണ് മല്ലു ഫാമിലിയിലെ സുജി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി. കോണ്ടന്റ് എല്ലാം കോണ്ടന്റാണ്. ഫാമിലി വ്ളോഗേഴ്സിന് എല്ലാം കോണ്ടന്റ്. ഗർഭം അവർക്ക് ഏറ്റവും വലിയൊരു കോണ്ടന്റാണ്. അതുപോലെയാണ് കുടുംബകലവും. അപ്പോ ഈ സിലു ടോക്സ് സൽഹ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ്. അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റാതെ പോയിട്ട് അവർ സെപ്പറേറ്റായി 5 മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു. അതവരുടെ ലൈഫിൽ അവർ എടുത്ത ഏറ്റവും നല്ല തീരുമാനം. അതൊരിക്കലും തെറ്റില്ല. ഈ സിലു ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ ഷെഫീന എന്ന് പറയുന്ന വിഷത്തിന്, ഈ മാരണത്തിന് ആ വീഡിയോ കൊണ്ടിട്ട് കൊടുത്തത്. അത് വൺസ് ആയിരുന്നാലും അല്ലാതായിരുന്നാലും അത് സിലുവിന് അത് പബ്ലിഷ് ചെയ്യാനായിരുന്നെങ്കിൽ സ്വന്തം ചാനലിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായത് കൊണ്ടാണ് അല്ലെ വിശ്വാസ്യതയോടെ ഈ സ്ത്രീക്ക് ഇട്ടുകൊടുത്തത്. ഇനിയും ഇവരുടെ അടുത്ത് പോയി ആൾക്കാർ പെടും. ഈ വൃത്തികെട്ട നാറി തള്ളയോട് ഇനിയും ആൾക്കാർ പോയി പെടും. ഇവർക്ക് ഇനിയും പലതും അയച്ചു കൊടുക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് വലുത്. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മാത്രം കുടുംബമാണ്. മറ്റൊരാൾക്ക് അത് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. വേറൊരാൾക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിപ്പോ ആരായിരുന്നാൽ പോലും. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്തു. ഷഫീനയും അത് തന്നെ ചെയ്തു. ഷഫീനയുടെ കുടുംബത്തിലെ കാര്യമല്ലല്ലോ. ഇനിയെങ്കിലും ആരെയും വിശ്വസിച്ച് ഒന്നും പോയി പറയാതിരിക്കുക, ബുദ്ധിയുള്ളത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളോട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ഇടുക. താങ്ക് യു സോ മച്ച്.